സംസ്ഥാനത്ത് മരുന്ന് പരിശോധന കാര്യക്ഷമമല്ല. വിവിധ ജില്ലകളിൽ എത്ര ആശുപത്രികൾ ഉണ്ടെന്ന് പോലും ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് അറിവില്ല. മരുന്ന് പരിശോധന നടത്തേണ്ട സർക്കാർ വകുപ്പിന് മരുന്ന് വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പോലും വിവരമില്ലെന്നാണ് വിവരാവകാശ രേഖയിലൂടെ സമ്മതിക്കുന്നത്. ആശുപത്രികൾ, മെഡിക്കൽ ഷാപ്പുകൾ എന്നിവയിൽ വിൽപ്പന നടത്തുന്ന മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന നടത്തേണ്ടത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റാണ്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും ഇവർക്കാണ്. എന്നാൽ ആശുപത്രികളെക്കുറിച്ച് പോലും കൃത്യമായ വിവരങ്ങൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ പക്കലില്ലെന്നാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. 10,000 കോടിയിലധികം രൂപയുടെ മരുന്നുകൾ വിപണനം നടത്തുന്ന കേരളത്തിലെ കൃത്യമായ രേഖകൾ പോലും സൂക്ഷിക്കാൻ കൊമേഴ്സ് എന്ന വിഭാഗത്തിലേക്ക് സർക്കാർ സംവിധാനം മുഴുവൻ മാറിയിട്ടും ഇതിൻ്റെ രേഖകൾ സംഘടിപ്പിക്കാനോ സൂക്ഷിക്കാനോ ഔഷധ നിയന്ത്രണ വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരുടെ ഓഫീസിൽ നിന്നും നൽകിയ വിവരങ്ങൾ പ്രകാരം മിക്ക ജില്ലകളിലും എത്ര സ്വകാര്യ ആശുപത്രികളിൽ ഫാർമസികൾ പ്രവർത്തിക്കുന്നുവെന്നതിനെക്കുറിച്ച് അറിവില്ല. എന്തിന് എത്ര സർക്കാർ ആശുപത്രികളിൽ ഫാർമസികൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് പോലും ഇവർക്ക് യാതൊരു വിവരവുമില്ല. 24 മണിക്കൂറും ഫാർമസികൾ പ്രവർത്തിക്കുന്ന നിരവധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തൃശൂർ ജില്ലയിലുണ്ട്. എന്നാൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നൽകിയ മറുപടിയിൽ ഒരാശുപത്രിയിലും 24 മണിക്കൂറും ഫാർമസികൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ സംസ്ഥാനത്തെ മരുന്ന് പരിശോധന കാര്യക്ഷമമല്ലെന്ന് വ്യക്തമാകുന്നു. കോഴിക്കോട് നിന്നും സാജിദ് അജ്മൽ, മീഡിയ 1. വാർത്ത റിപ്പോർട്ട് ചെയ്ത സാജിദ് അജ്മൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സാജിദ് അജ്മൽ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനാസ്ഥ അധികൃതരുടെ ഭാഗത്തു നിന്ന് മരുന്നുകളുടെ പരിശോധനാ കാര്യത്തിൽ ഉണ്ടാകുന്നത്? എന്താണ് അവർ നൽകുന്ന പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ? അപർണ, കേരളത്തിലെ സർക്കാർ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആണെങ്കിലും പ്രൈവറ്റ് ആശുപത്രികളാണെങ്കിലും മെഡിക്കൽ ഷോപ്പുകളാണെങ്കിലും ഈ മരുന്നുകളുടെ പരിശോധന നടത്തേണ്ടത് ഡ്രഗ് കൺട്രോൾ വിഭാഗമാണ്. ഇവർക്ക് കൃത്യമായി ഇവർ നൽകുന്ന മറുപടി പ്രകാരം എത്ര ആശുപത്രികൾ ഓരോ ജില്ലയിലും, എൻ്റെ കൈവശമുള്ള വിവരാവകാശ രേഖയിൽ വിവിധ ജില്ലകളുടെ കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ വിവിധ ജില്ലകളിലെ എത്ര സ്വകാര്യ ആശുപത്രികൾ ആ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് അവർക്കറിയില്ല. എത്ര സ്വകാര്യ ആശുപത്രികളിൽ ഫാർമസികൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് പോലും കൃത്യമായ വിവരമില്ല. സ്വാഭാവികമായും ആശുപത്രികളെക്കുറിച്ചും അവിടെ പ്രവർത്തിക്കുന്ന ഫാർമസികളെക്കുറിച്ചും വിവരമില്ലാത്ത ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന് എങ്ങനെയാണ് അവിടെ പരിശോധന നടത്താൻ കഴിയുക എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഫാർമസിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വിചിത്രമായ കാര്യം, തൃശൂർ ജില്ലയിൽ നിരവധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട്. അവിടെ 24 മണിക്കൂറും ഫാർമസികൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 24 മണിക്കൂറും ഫാർമസികൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ തൃശൂർ ജില്ലയിൽ 24 മണിക്കൂറും ഫാർമസികൾ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി പോലും ഇല്ല എന്നാണ് വിവരാവകാശ രേഖയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത്. നമ്മൾ വിവിധ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാം പറഞ്ഞത് തങ്ങൾക്ക് 24 മണിക്കൂറും ഫാർമസി സേവനം നൽകുന്നുണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ ഈ വിവിധ ഡ്രഗ് ഇൻസ്പെക്ടർമാർ നൽകിയ മറുപടി പ്രകാരം കൃത്യമായ വിവരമില്ല, കൃത്യമായ രജിസ്റ്റർ സൂക്ഷിച്ച് വെക്കുന്നില്ല. ഈ പ്രവർത്തന സമയം എത്രയാണ് എന്നത് ലൈസൻസിൽ നൽകേണ്ട കാര്യമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ കീഴിലുള്ള ഡ്രഗ് ഇൻസ്പെക്ടർമാർ നൽകുന്ന മറുപടി. അപർണ. ഓക്കെ, സാജിദ് എന്തായാലും ഇപ്പോൾ ലൈനിൽ തുടരുക. ഇപ്പോൾ പ്രേംജി, കേരള ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രേംജി, രോഗികൾക്ക് നൽകുന്ന മരുന്ന് അത് കൃത്യമായ പരിശോധന നടത്താതെയാണ് രോഗികളിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായി കാണേണ്ട ഒരു വിഷയമാണ്. ജനങ്ങളുടെ ആരോഗ്യമാണ്, പൊതുജനങ്ങളുടെ ആരോഗ്യമാണ് ഇതിൽ പ്രതിക്കൂട്ടിലാകുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടാവുന്നത് എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ കഴിയുക? തീർച്ചയായും ഭാരതത്തിൽ വിപണനം ചെയ്യുന്ന മരുന്നുകളിൽ 6% ഭാഗം വിൽപ്പന നടക്കുന്നത് കേരളത്തിലാണ്. ഏകദേശം 10,000 കോടിയിലധികം. ഈ മരുന്നുകൾ മുഴുവൻ ഗുണനിലവാരം ഉറപ്പുവരുത്തി വിതരണം ചെയ്യേണ്ട ബാധ്യത ഔഷധ നിയന്ത്രണ വിഭാഗത്തിനുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രിയിലായാലും സ്വകാര്യ ആശുപത്രിയിലായാലും മെഡിക്കൽ ഷോപ്പിലായാലും ഇത് കൈകാര്യം ചെയ്യുന്നത് യോഗ്യതയുള്ള ഫാർമസിസ്റ്റുകളാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും ഫാർമസി നിയമവും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടും നടപ്പിലാക്കേണ്ടതും ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റാണ്. എന്നാൽ ഇവിടെ ജീവനക്കാരില്ല എന്ന ഉടായിപ്പ് ന്യായം പറഞ്ഞ് പരിശോധനകൾ നടത്താതെ കേരളത്തിലെ 20,000-ലധികം സ്ഥാപനങ്ങളിലെ ഫാർമസിസ്റ്റ് അല്ലാതെ യോഗ്യതയില്ലാത്തവർ മരുന്ന് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിൽ ഞങ്ങൾ ഒരു സർവേ നടത്തുകയും
മെഡിക്കൽ കോളേജിന് തൊട്ടു മുമ്പിലുള്ള ഒരു സ്ഥാപനത്തിൽ 27 ജീവനക്കാർ ജോലി ചെയ്യുന്നതിൽ കേവലം 2 ഫാർമസിസ്റ്റ് മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ADC-ക്കും അന്നത്തെ കലക്ടർക്കും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ഫാർമസി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമം അനുസരിച്ച് ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ ഒരു മാസം 25 പരിശോധനകളെങ്കിലും നടത്തണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നുമുണ്ട്. അപ്പോൾ ഏകദേശം 40 ഡ്രഗ് ഇൻസ്പെക്ടർമാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇവര് പരിശോധന നടത്തിയാൽ 1000 സ്ഥാപനങ്ങൾ പരിശോധിക്കാനും അതിന്റെ റിപ്പോർട്ട് നൽകാനും സാധിക്കും. അതുപോലെ ഫാർമസി ആക്ട് അനുസരിച്ച് ഫാർമസിസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് 1000 രൂപ പിഴ ഈടാക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 1000 സ്ഥാപനങ്ങളിൽ നിന്ന് 1000 രൂപ വെച്ച് പിഴ ഈടാക്കിയിരുന്നുവെങ്കിൽ 10 ലക്ഷം രൂപ വീതം ഒരു മാസം പൊതുഖജനാവിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്ന 5000 മുതൽ 10000 രൂപ വരെയാണ് ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കേണ്ടത്. അങ്ങനെ കൈക്കൂലി കൊടുത്ത് സ്ഥാപനം തുടങ്ങുന്നത് മുതൽ പിന്നെ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവിടെ കൈക്കൂലിയുടെ ഒരു മാമാങ്കമാണ്. സ്ഥാപന പരിശോധന കഴിഞ്ഞ 5 വർഷമായിട്ട് പരിശോധന നടത്താത്ത സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ച് ഇവിടുത്തെ വിജിലൻസ് ഡയറക്ടറെ നേരിട്ട് കണ്ട് പരാതി നൽകിയിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. DC-യെ കണ്ട് പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായിട്ടില്ല. ഈ DC എന്ന് പറയുന്നതാണ് വേറൊരു പ്രശ്നം. ഇവിടുത്തെ ഡ്രഗ് കൺട്രോളറായി വരുന്ന വ്യക്തി 1-1.5 വർഷം മാത്രം, അതായത് റിട്ടയർ ചെയ്യാനായിട്ട് 1-1.5 വർഷം മാത്രം കാലാവധിയുള്ള സമയത്ത് ഈ കസേരയിലേക്ക് എത്തുകയും പിന്നെ ആരെയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതുകയും തന്റെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് പരമാവധി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഡ്രഗ് കൺട്രോളർ എന്ന വ്യക്തി നട്ടലോടുകൂടി ധൈര്യത്തോടുകൂടി നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ കേരളത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വ്യാപിക്കുകയില്ലായിരുന്നു. പ്രഭ്ജി, താങ്കളിലേക്ക് വരെ ഇപ്പോൾ ഡോക്ടർ അൻവറുദ്ദീൻ അദ്ദേഹം കൂടി ചേരുകയാണ്. പൊതുജനാരോഗ്യ പ്രവർത്തകനാണ് ഡോക്ടർ അൻവറുദ്ദീൻ. ഇത് ഡ്രഗ് ഇൻസ്പെക്ടർമാരുടെ പരിശോധന കർശനമാക്കിയാൽ തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമേ ഈ കാര്യത്തിലുള്ളൂ. അതുപോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവാത്തത് കൊണ്ടാണ് ഗുരുതരമായി ഈ പ്രശ്നം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഫാർമസികളിലും ഇപ്പോഴും മരുന്ന് എടുത്തു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ളവ മതിയായ യോഗ്യതകളില്ലാത്തവരാണെന്നുള്ളത് രഹസ്യം അല്ല, അതൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യം തന്നെയാണ്. ഇത് ആവർത്തിക്കുകയാണ്. അധികൃതരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നിട്ടും നടപടി ഉണ്ടാവുന്നില്ല എന്നിടത്താണ് കാര്യം. തീർച്ചയായും ഇത് ഇങ്ങനെ ഒരു അവസ്ഥ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ആരോഗ്യ രംഗത്തുണ്ട്. ഫാർമസിസ്റ്റുകൾ നിർബന്ധമായും ഫാർമസികൾ വേണമെന്നിരിക്കെ പലപ്പോഴും യാതൊരു യോഗ്യതയില്ലാത്തവർ തന്നെയാണ് മിക്കവാറും ഫാർമസികളിലും എല്ലാ ഭാഗത്തും തുടർന്നു വരുന്ന അവസ്ഥ. പല ഫാർമസിസ്റ്റുകൾ തന്നെ അവരുടെ ലൈസൻസുകൾ പല ഫാർമസികളിൽ കൊണ്ട് ചുമരിൽ കൊണ്ട് കെട്ടിത്തൂക്കുകയും ഒരു ഫാർമസിയിൽ പോലും വർക്ക് ചെയ്യാത്ത അവസ്ഥ പോലും ഉണ്ട്. അപ്പൊ ഇതിനെ തീർച്ചയായിട്ടും സർക്കാരും അതുപോലെ തന്നെ ഡ്രഗ് കൺട്രോൾ വിഭാഗവും കൃത്യമായി പരിശോധന നടത്തുകയും ഇത് പൊതുജന ആരോഗ്യത്തിന്റെ പ്രശ്നമാണെന്ന്, വളരെ ഗൗരവമുള്ള പ്രശ്നമാണെന്നുള്ള കാര്യം ഇന്നേ വരെ നമ്മുടെ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഈ നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ആരോഗ്യ രംഗത്ത് നമ്മുടെ ഭരണാധികാരികൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം സീരിയസ്നെസ് അതിന് കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. ഇത് കാലങ്ങളായി നടന്നു വരുന്നതാണ്. എത്രയോ പരാതികൾ പോയിട്ടും ഇപ്പോഴും ഈ പ്രശ്നം എങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അൻവറുദ്ദീൻ, ഒരിക്കൽ കൂടി പ്രേംജിയിലേക്ക്. ശ്രീ പ്രേംജി, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു സർവേ നടത്തിയതിൽ കേരളത്തിൽ വിപണിയിൽ സജീവമായി പോയിക്കൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ 1000-ഓളം മരുന്നുകൾ പരിശോധിച്ചതിൽ 114 എണ്ണത്തിലധികം ഉപയോഗശൂന്യമായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ നിർദ്ദേശം വന്നിരുന്നു. എന്നിട്ടും ആ മരുന്നുകളിൽ പലതും ഇപ്പോൾ മറ്റു പേരുകളിൽ വിപണിയിൽ ഇപ്പോഴും ലഭ്യമാണ്. അത് നിയന്ത്രിക്കുന്നതിനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്തത് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കാത്തത് കൊണ്ട് മാത്രമാണോ? പരിശോധനകൾ നടത്താത്തത് കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രഗ് കൺട്രോളറെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ 4-5 ഉദ്യോഗസ്ഥന്മാർ അവിടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡ്രഗ് ഇൻസ്പെക്ടർമാർ ഫീൽഡിലിറങ്ങി പ്രവർത്തിക്കേണ്ടവരെ ഇവിടെ ഔഷധ മാഫിയയുടെ, ലഹരി മാഫിയയുടെ ഏജന്റുമാരായിട്ട് അവരുടെ പണം മേടിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവരെ വഞ്ചിച്ചുകൊണ്ട് സമ്പത്ത് കൂട്ടുകയാണ്. ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ കോഴയാണ് ഡ്രഗ് ഇൻസ്പെക്ടർമാർക്ക് കിട്ടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ 4 മണിക്ക് ശേഷം മിക്കവാറും ഫാർമസികളിൽ ഫാർമസിസ്റ്റ് ഇല്ല, ഒരു സ്ഥലത്തും പരിശോധന നടക്കുന്നില്ല. ഇതുപോലെ തന്നെ നിയമം നടപ്പിലാക്കേണ്ട ഒരു വിഭാഗമാണ് ഇവിടുത്തെ ഫാർമസി കൗൺസിൽ. ഫാർമസി കൗൺസിലും ജില്ലാ തോറും ഇൻസ്പെക്ടർമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 14 ഇൻസ്പെക്ടർമാർ കൂടി പരിശോധിച്ചിട്ട് ആകെ ഒരു കേസാണ് എടുത്ത് ശിക്ഷിച്ചിട്ടുള്ളതായി കാണുന്നത്. വ്യാപകമായ അഴിമതിയാണ് ഔഷധ വ്യാപാര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് ഗ്ലാക്സോ സൺ അതുപോലെയുള്ള കമ്പനികളുടെ പ്രമുഖ ബ്രാൻഡ് മരുന്നുകൾ കുന്നംകുളം സ്റ്റൈലിൽ ചാത്തൻ മരുന്നുകൾ ആർക്കും തിരിച്ചറിയാത്ത രീതിയിൽ നിർമ്മിച്ച് കൊണ്ടുവന്ന് ഇവിടെ
ഒരുപാട് പേര് വിതരണം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് ആണ്. പക്ഷേ ഇവർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഇത് പലർക്കും ഔഷധ മാഫിയയുമായിട്ട് ശക്തമായ പ്രേംജി, ഇത് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, പ്രേംജി ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അതായത് കേരള ഫാർമസിസ്റ്റ് അസോസിയേഷൻ ആളുകൾക്കെല്ലാം ഈ കാര്യം അറിയുകയും ചെയ്യാം. ഇതിനെക്കുറിച്ച് ഒരു പരാതി രൂപേണ എവിടെയെല്ലാം നിങ്ങളത് അവതരിപ്പിച്ചിട്ടുണ്ട്? അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാല് അതിന് ഒരു മറുപടിയും ഇല്ല. ഇപ്പോ ഡ്രഗ് കൺട്രോൾ, നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് കിട്ടിയ മറുപടി അനുസരിച്ച് കേരളത്തിൽ എത്ര ആശുപത്രി ഉണ്ടെന്നോ, എത്ര സർക്കാർ ആശുപത്രി ഉണ്ടെന്നോ, എത്ര ക്ലിനിക് ഉണ്ടെന്നോ, കേരളത്തിൽ ഔഷധ വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ലൈസൻസ് കൊടുത്തുള്ള എത്ര സ്ഥാപനങ്ങളുണ്ടോ എന്ന കണക്ക് പോലും തരാൻ ഡ്രഗ് കൺട്രോളർക്കോ അതിന്റെ കീഴിലുള്ള ജില്ലാ ഓഫീസുകൾക്കോ സാധിച്ചിട്ടില്ല. ഇതിന്റെയൊക്കെ ഇപ്പൊ സാഹചര്യത്തിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. അതിന് പുറമെയുള്ള ഒരു കാര്യം, പരാതി കൊടുത്ത് 4-5 മാസമായി കോഴിക്കോട് ADCക്ക് ഒരു പരാതി നൽകിയിട്ട് ഇതുവരെ അതിനൊരു മറുപടി പ്രവർത്തനം ഉണ്ടായിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടക്കം മുമ്പിൽ പോയി കഴിഞ്ഞാൽ കാണാം, അവിടെ യോഗ്യതയുള്ള ഫാർമസിനെ കാണാൻ സാധിക്കില്ല. ഫാർമസിയെ തിരിച്ചറിയാൻ യൂണിഫോം ധരിക്കണമെന്നും ID കാർഡ് ധരിക്കണമെന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലാകുന്നില്ല. ഇത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡ്രഗ് കൺട്രോളർ അടക്കമുള്ളവര് ഒരു ദിവസം ഒരു അടിയന്തരമായ പരിശോധന കേരളത്തിൽ നടത്തുകയാണ് എങ്കിൽ 100 കണക്കിന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും. ശരിയാണ് പ്രേംജി, ശരിയാണ്. അൻവറുദ്ദീൻ, താങ്കൾ ലൈനിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധന നടത്തിയാൽ തന്നെ 100% ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കാരണം കേരളത്തിലെ ആശുപത്രികൾക്ക് ലിസ്റ്റുണ്ട്, ഫാർമസി മരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങൾക്ക്, അത് ആശുപത്രിയിലായാലും പുറത്തായാലും അതിനെല്ലാം സംബന്ധിച്ചുള്ള രേഖകളുണ്ട്. ചില നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ ചില മരുന്നുകൾ വിൽക്കാൻ പാടുള്ളൂ. ഷെഡ്യൂൾഡ് H ഡ്രഗ്സ് ഉൾപ്പെടെയുള്ളവ വിൽക്കേണ്ടത് എവിടെയാണ് എന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം പാലിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുമ്പോൾ അത് തടയുന്നതിന് സംവിധാനങ്ങളില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏതെല്ലാം തരത്തിൽ ഇത് തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിന് എന്തെല്ലാം ശ്രദ്ധ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാവുന്നത്? തീർച്ചയായും ഈ നിരന്തരം മരുന്നുകൾ ശേഖരിക്കുകയും അത് പരിശോധനയ്ക്ക് വിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നടപടികൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ കേരളത്തിലേക്ക് വരാതിരിക്കാൻ നോക്കാം. പക്ഷെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാല്, പത്രങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകളാണ് ഇന്ന ഗുജറാത്തിലെ ഇന്ന കമ്പനി അല്ലെ അഹമ്മദാബാദിലെ ഇന്ന കമ്പനിയുടെ ഇത്ര ബാച്ച് മരുന്നുകൾ ഗുണനിലവാരമില്ലെന്ന് കണ്ട് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഇതെല്ലാം മാർക്കറ്റിൽ വന്ന് വിറ്റുപോയിട്ടുണ്ടാവും. ഈ ഡ്രഗ് കൺട്രോളർമാര് അവിടെ നിന്ന് ഓരോ ഫാർമസിയിൽ നിന്നും മറ്റുമെല്ലാം ശേഖരിച്ചു കൊണ്ടുപോയി അതിന്റെ റിപ്പോർട്ട് വരുമ്പോഴേക്കും അതിൻ്റെ ആ ബാച്ചിൽപ്പെട്ട മരുന്നുകളൊക്കെ വിറ്റുപോയിരിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ നിലവിലുള്ളത്. അതല്ലാതെ ആ മരുന്നുകൾ നേരത്തെ തന്നെ അതിനെ കളക്ട് ചെയ്ത് യഥാവിധി സമയബന്ധിതമായിട്ട് പരിശോധന നടത്തി അതിനെ റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇത് അത്രയും അഴിമതി നിറഞ്ഞൊരു വകുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഡ്രഗ് കൺട്രോളർ വിഭാഗത്തിൽ താഴെ തട്ട് മുതൽ മേലെ തട്ടിൽ വരെ അഴിമതി നിറഞ്ഞ ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും കാര്യമായ പരിശോധനകളോ അല്ലെങ്കിൽ നടപടികൾ ശരി. ഡോക്ടർ അൻവറുദ്ദീൻ, സംവിധാനങ്ങൾ ഇല്ലാത്തതല്ല, അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെയധികം നന്ദി ശ്രീ പ്രേംജി, ഡോക്ടർ അൻവറുദ്ദീൻ വാർത്തയോട് പ്രതികരിച്ചതിന്.